ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് സീരീസ് റെസിപ്പീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ്. കപ്പ് കേക്കായിട്ടാണ് ഞാനിപ്പം ചെയ്ത് കാണിക്കുന്നത്. കേക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് നമ്മുടെ ക്രിസ്മസ് തീമിനൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നത് ഈ റെഡ് വെൽവെറ്റ് കേക്കായിരിക്കും. എനിക്കൊരു പ്രേമം സിനിമയാണ് നമ്മുടെ നാട്ടിൽ ഈ റെഡ് വെൽവെറ്റ് കേക്ക് കുറച്ചും കൂടെ ഇത്രയധികം പോപ്പുലർ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? എനിവേ, സാധാരണ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൽ നിന്നും ഇതിന് ഇത്തിരി വ്യത്യാസമുണ്ട്. 2-3 ഇൻഗ്രീഡിയൻസ് സാധാരണ കേക്കിന് ഉപയോഗിക്കാത്തത് ഇതിന് വേണ്ടി വരും. പിന്നെ അതിൻ്റെ മെയിനായിട്ട് അതിന് എടുക്കുന്ന ക്രീം ചീസും പിന്നെ പർട്ടിക്കുലർ കളറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് കളറ് കിട്ടാൻ വേണ്ടി. നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറായിരിക്കും. അതിൻ്റെ ആ കളർ ചൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും ഈ റെഡ് വെൽവെറ്റ് കേക്ക്. ഇത് ഞാൻ പറഞ്ഞ പോലെ കപ്പ് കേക്ക് ആയിട്ടും ഉണ്ടാക്കാം. സെയിം ഇൻഗ്രീഡിയൻറ്റ് സെയിം ഇതിൽ തന്നെ നോർമൽ കേക്കിൻ്റെ പാനിലും ഇത് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഈ ക്രിസ്മസ് ടേബിൾ സ്കേപ്പിനൊക്കെ ഇത് നന്നായിട്ട് ആപ്റ്റായിരിക്കും, റെഡ് വെൽവെറ്റ് കേക്കോ കപ്പ് കേക്കോ ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയാൽ അത്യാവശ്യം പ്രൈസി ആണെന്ന് തോന്നുന്നു. ചുമ്മാ ഒരു സ്ലൈസ് ഓഫ് കേക്ക് ഒരു പീസായിട്ട് ഇങ്ങനെ കടയിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് എനിക്ക് തോന്നുന്നു ഒരു പീസിന് തന്നെ ഒരു 200-300 റേഞ്ച് ആവും, വലിയ ഹൈ എൻഡ് കടയല്ലെങ്കിൽ തന്നെ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ആവശ്യത്തിന് കഴിക്കാം, പിള്ളേർക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം. പിന്നെ അത് ക്രിസ്മസിന് നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കപ്പ് കേക്ക്, ഇത് റെഡ് വെൽവെറ്റിൻ്റെ കപ്പ് കേക്ക് ആണെങ്കിൽ ഒരു 6 കപ്പ് കേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബോ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ്, ഒരു കളർ തീമായിട്ട്. ഇനി അല്ലെങ്കിൽ കേക്കായിട്ടും നമുക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കൊടുക്കാവുന്നതാണ്. പ്ലം കേക്കൊക്കെ ട്രഡീഷണലി അത് ഇയേഴ്സായിട്ട് നോർമലാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇതൊരു ഒരു എന്താ പറയുക, പറഞ്ഞ പോലെ ക്രിസ്മസ് തീമുമായിട്ടൊക്കെ നന്നായിട്ട് നല്ലൊരു ആപ്റ്റായിട്ടുള്ള ഒരു ഗിഫ്റ്റിംഗ് ഐഡിയ ആയിരിക്കും. എനിവേ, നമുക്ക് നമ്മളുടെ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ റെഡ് ഫുഡ് കളറ്, അതിൻ്റെ അളവ് ഞാൻ പറയാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി 1.5 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് ബട്ടർ മിൽക്ക്, 3/4 ടീസ്പൂൺ വിനീഗർ, 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1/3 കപ്പ് ബട്ടർ, 3 എഗ്സ്. ഇനി ഈ ബട്ടർ മിൽക്കിലേക്ക് വിനീഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു ബോൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ച് എടുത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം ഇതിനിടയ്ക്ക് പറയാണ്, ഈ ബട്ടർ മിൽക്കും വിനീഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റെസിപ്പിക്ക്. അതാണ് ആ ഒരു നല്ല ഒരു ടെക്സ്ചറും ആ ഒരു സ്ലൈറ്റ് ടാങ്കിനെസ്സും കൊടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് പഞ്ചസാരയും വെജിറ്റബിൾ ഓയിലും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെജിറ്റബിൾ ഓയിൽ ഏത് ന്യൂട്രലായിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാം, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി വെജിറ്റബിൾ ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനും കൂടെ ചേർത്ത് ഈക്വലായിട്ട് ബട്ടർ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ വെജിറ്റബിൾ ഓയിലും ബട്ടറും കൂടെ ചേർന്ന് ഉപയോഗിക്കുമ്പോഴാണ് എനിക്കത് കറക്റ്റ് ഒരു ഇതായിട്ട് തോന്നിയത്, ആ ഒരു ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ. ഇതൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി, കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഓരോ മുട്ടയായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഒന്നൊഴിച്ചപ്പോൾ 2 ഒരുമിച്ച് വീണു. ഓരോ മുട്ടയായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക, അടുത്ത മുട്ട ചേർക്കുക, ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക, അങ്ങനെ 3 മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ പറയാൻ മറന്നു, ഇത് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടണം 180 ഡിഗ്രിയിൽ. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള പാൻ, കപ്പ് കേക്ക് പാൻ ആണെങ്കിൽ അത്, അല്ല കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതും ആ പാത്രവും ലൈൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുക. മുട്ടയെല്ലാം ചേർത്ത് കഴിഞ്ഞ് വാനില എസൻസും പിന്നെ നമ്മളുടെ കളറും ചേർക്കാം.
പിന്നെ കളറിൻ്റെ അളവ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. അത് നമ്മൾ ഏത് കളർ ചേർക്കണമെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പൗഡറായിട്ടുള്ള കളറാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കുക. ജെൽ ബേസ് ആണെങ്കിൽ ഫ്യൂ ഡ്രോപ്സ് മതിയാകും. വാട്ടർ ബേസ് ആണെങ്കിൽ ഇത്തിരിയും കൂടെ വേണം. ഈ ഫുഡ് കളറാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷേ ആ റെഡ് വെൽവെറ്റ് കേക്ക് എന്നുള്ള കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഫുഡ് കളർ ചേർക്കണം. പിന്നെ വല്ലപ്പോഴും ഒരിക്കലല്ലേ അങ്ങനെ സമാധാനിക്കാം. ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ ആ മൈദയും കൊക്കോ പൗഡറും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓരോ സെക്ഷനായിട്ട് വേണം ചേർക്കാനായിട്ട്. കുറച്ച് ചേർക്കുക, ഇത്തിരി ബട്ടർ മിൽക്ക് ചേർക്കുക, മിക്സ് ചെയ്യുക, വീണ്ടും ഒരു പോർഷൻ പൗഡർ മിക്സ് ചേർക്കുക, പിന്നെയും ബട്ടർ മിൽക്ക് ചേർക്കുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് വേണം അത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഓവർ മിക്സ് ചെയ്യേണ്ട, ഒന്ന് ചേർക്കുക, ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഓരോ പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് സൈഡൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളും മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ഓർഗാനിക് കളറൊക്കെ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇപ്പം ബീട്രൂട്ട് പൗഡർ കളറൊക്കെ കിട്ടും. പക്ഷേ ഈ പർട്ടിക്കുലർ റെഡ് കളർ കിട്ടില്ലെന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളുക. നിങ്ങൾ ക്രിസ്മസിന് എങ്ങനെയാണ് കേക്കൊക്കെ ബേക്ക് ചെയ്യുകയാണോ അതോ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണോ അതോ കേക്കൊക്കെ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണോ? കേക്ക് താല്പര്യം കാണുമായിരിക്കും, അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ഇതുവരെ കാണുന്നത്. എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മളുടെ കേക്ക് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ ലൈൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ് കേക്ക് പാനിലേക്ക് ഒഴിക്കുക. ഹാഫ് ഫില്ല് ചെയ്താൽ മതി. ഒഴിച്ച് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൻ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലേക്ക് ഒരു 15 to 20 മിനിറ്റ്സ്, സംടൈംസ് 25 ആകും, ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ അവൻ. അത് വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 150 ഗ്രാം ക്രീം ചീസ്, 150 ഗ്രാം ബട്ടർ, 2 ടീസ്പൂൺ വാനില എസൻസ്, പൗഡർ ഷുഗർ ഒരു 2.5 കപ്പ് തൊട്ട് 3 കപ്പ്, ഒരു പിഞ്ച് സോൾട്ട്. ഇനി ഒരു ബൗളിലേക്ക് ബട്ടറും ക്രീം ചീസും ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് വാനില എസൻസും ആ ഒരു പിഞ്ച് ആ ഒരു നുള്ളു സോൾട്ടും ചേർക്കുക. പിന്നെ പൗഡർ ഷുഗർ കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ആ ടെക്സ്ചർ ഓക്കെ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ കപ്പ് കേക്കിൻ്റെ മേലെ അത് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചേർക്കുക. അത് പൈപ്പിംഗ് ചെയ്തും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ജസ്റ്റ് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ റീസ്റ്റാർട്ടാണ്. എനിക്ക് മുമ്പ് വേറെ ചാനൽസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. പല കാരണങ്ങൾ കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇറ്റ് മീൻസ് എ ലോട്ട്. പിന്നെ ഒരു കാര്യം, ഈ ക്രീം ചീസ് ആണെങ്കിലും ബട്ടർ ആണെങ്കിലും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. പിന്നെ നമ്മുടെ കേക്കിന് ചേർക്കുന്ന എഗ്സ് ആണെങ്കിലും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോഴാണ് ആ ടെക്സ്ചറും എല്ലാം കറക്റ്റ് ആകുക. പിന്നെ കപ്പ് കേക്കിന് നമ്മൾ ഒഴിക്കുമ്പം ഒരിത് ചെറുതായിട്ട് ഒഴിച്ചാൽ അത് നമ്മൾക്ക് ആ കപ്പ് കേക്ക് വന്നിട്ട് നമുക്കിങ്ങനെ പൊടിച്ച് അതിൻ്റെ ക്രംസ് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ അത് ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു വിഷ്വലി ഒരു രസം, അത്രേ ഉള്ളൂ. പിന്നെ കപ്പ് കേക്ക്സ് ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്യുക. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ സ്ലൈറ്റ്ലി ആ ഒരു ടാങ്കിനെസ്സും. നിങ്ങൾ റെഡ് വെൽവെറ്റ് കേക്ക് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരി ഒരു എന്താ പറയുക, സാധാരണ ഞാൻ പറഞ്ഞ പോലെ സാധാരണ കേക്കിന് ചേർക്കാത്ത ചില ഇൻഗ്രീഡിയൻസ്, നമ്മൾ ഇപ്പോൾ ബട്ടർ മിൽക്ക്, വിനീഗർ, പിന്നെ ക്രീം ചീസ്, അങ്ങനെയുള്ള 2-3 ഐറ്റംസ് ഒരു എക്സ്ട്രാ സാധാരണ കേക്കിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.